ഹായ്, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്ന് ഒരു പുതിയ ദിവസം. ജീവിതത്തിൽ ഒരുപാട് ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ ആളുകൾക്കും പ്രായം കൂടിക്കൊണ്ടേയിരിക്കുന്നു. നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള ആളുകളുടെ എണ്ണം കുറവും. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അതിന് 100,000 അഭിപ്രായങ്ങളും ജീവിതത്തിൽ പകർത്താൻ പല ആളുകൾക്കും പ്രയാസമാണ്. ശരിയാണോ? പറയുന്ന ഓരോ കാര്യവും നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രാധാന്യം ഉള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പകർത്തിയാൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഒരു സ്ഥലത്തും കിട്ടാത്ത വില കൂടിയ ഔഷധങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിലൊന്ന് വ്യായാമമാണ്. രാവിലെ സായാഹ്ന നടത്തം നമുക്ക് ഔഷധമാണ്. ഉപവാസം ഔഷധമാണ്. കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് ഔഷധമാണ്. ചിരിയും നർമ്മവും ഔഷധമാണ്. ഗാഠനിദ്ര ഔഷധമാണ്. എല്ലാവരോടും ഇണങ്ങി നിൽക്കുന്നത് ഔഷധമാണ്. സന്തുഷ്ടരായിരിക്കാൻ തീരുമാനിക്കുന്നത് ഔഷധമാണ്. ഒരാളുടെ മനസ്സിലെ പോസിറ്റിവിറ്റി ഔഷധമാണ്. ഓക്സിജൻ്റെ ആഴത്തിലുള്ള ശ്വസനം ഔഷധമാണ്. എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുന്നത് ഔഷധമാണ്. ചിലപ്പോൾ മൗനവും ഔഷധമാണ്. സ്നേഹം ഔഷധമാണ്. മനസ്സമാധാനം അതിലേറെ ഔഷധമാണ്. അതിശയകരമെന്ന് പറയട്ടെ, ഈ മരുന്നുകളെല്ലാം തികച്ചും സൗജന്യമാണ്. ആരോഗ്യത്തിന് വളരെ ഫലപ്രദവുമാണ്. സൗജന്യമായതുകൊണ്ട് തന്നെ നാം ആരും ഇതിന് വലിയ വില കൽപ്പിക്കാറില്ല. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും പുതിയ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണ് ഈ ഭൂമി ചലിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാലോ നമ്മളാരും പാസ്സാകാൻ തയ്യാറാകാതെ, അല്ലെങ്കിൽ അതൊക്കെ സാധാരണ കേൾക്കുന്ന ഒരു ചെറിയ ചെറിയ കാര്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ച് പോകുന്നു. നമുക്കിതിൽ എന്തെങ്കിലും വല്ല പാഠമുണ്ടെങ്കിൽ, നമ്മളെ മനസ്സിൽ കോറുന്നുണ്ടെങ്കിൽ മനസ്സിലൊന്ന് കുറിച്ചിടുക. ഒരിക്കലും എല്ലാ കാലവും ആരോഗ്യത്തോടെ ജീവിക്കാമെന്ന പ്രതീക്ഷ നമ്മളിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് തീരെ വെക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം പറയുക. താഴത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ മെസ്സേജുകളും അറിയിക്കുക. ഓക്കെ, നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നാസർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.